എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് മുട്ടത്തോട് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്ലാക്ക് ബേസ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മുട്ടത്തോടാണ് എടുക്കുന്നത്. അപ്പോൾ മുട്ടത്തോട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഞാൻ ഈ ബോട്ടിലിൻ്റെ ബേസിൽ ഒന്ന് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അത് കുറച്ചും കൂടി ചെറുതായിട്ട് ബ്രേക്ക് ആവും. ഒരു മൊസൈക്ക് എഫക്റ്റ് അവിടെ കിട്ടും. ഇത് കൈവച്ച് ചെയ്യണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ബ്രേക്ക് ആവും. അപ്പോൾ ദാ ബേസിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ബാൻഡ് പോലെ നമ്മൾ മുട്ടത്തോട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ബോട്ടിലിൻ്റെ മേലെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തും ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മുട്ടത്തോട് കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള തോടുകളാണ് എടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു ഷേപ്പിലുള്ള തോടുകൾ അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക കുറച്ച് നീറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അകത്തുള്ള ഒരു മെംബ്രെയിൻ പോലത്തെ ഒരു സംഭവമില്ലേ, അതും കൂടെ എടുത്ത് കളയണം. എന്നിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറിനെ കൊണ്ട് ഈ ഒരു തോട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ടിഷ്യൂ പേപ്പർ ഇതിന് മൊത്തമായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 3 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 3 മുട്ടത്തോടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് 3ഉം കൂടിയിട്ട് നമുക്ക് ഒന്ന് ഉണങ്ങാൻ വെക്കാം. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി പണിയെടുക്കാം. അപ്പം നമ്മൾ ഉണങ്ങാൻ വെച്ച ആ ഒരു മുട്ടത്തോടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പം നമുക്ക് തോട് പൊടിഞ്ഞു പോവാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ദാ നമുക്ക് ഇതുപോലെ ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം.
ഇതാ അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടത്തോട് പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല, കണ്ടോ? അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണം. ഇനി നമുക്കിത് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പൂവിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഒരു റെഡ് ബീഡ്സ് വെക്കാം. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ബീഡ്സ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടതാണ്. ഞാൻ കാർഡിൽ കൊടുക്കാം, അതുപോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ റെഡ് ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇത് നോ പെയിൻറ്റ് ബോട്ടിൽ ആർട്ടാണ്. ഈ ബ്ലാക്ക് മാത്രമാണ് നമ്മൾ പെയിൻ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനിയും മുട്ടത്തോട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ ഇത് തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ കാണും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് കാണാൻ താല്പര്യം എന്ന് കൂടെ കമൻസിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.